അഭിനന്ദ തിരുമേനിയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടെ 30ാമത് ആനുവൽ ജനറൽ ഫാമിലി കോൺഫറൻസിൻ്റെ അവസാനത്തെ വിശുദ്ധ ആരാധനയ്ക്ക് മുമ്പുള്ള അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുന്നു. നിന്റെ പാപം രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന വാക്ക് മാറാത്ത വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന വൈദിക ശ്രേഷ്ഠനെ വന്യ കോറപ്പീസ്കോപ്പ അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭദ്രാസന സെക്രട്ടറി പ്രിയപ്പെട്ട ഗീവർഗീസ് അച്ഛൻ്റെ പിതാവും പരിശുദ്ധ സഭയുടെ അഭിമാനവുമായ വന്യ യാക്കോബ് കോറപ്പീസ്കോപ്പ അച്ഛൻ കേരളത്തിനകത്തും പുറത്തും മലങ്കര സഭയിൽ അങ്ങോളം എങ്ങോളം ധ്യാനയോഗങ്ങളിൽ വചന ശുശ്രൂഷയിലൂടെ അനേകരെ മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കും പുതിയ വെളിച്ചത്തിൻ്റെ ദർശനത്തിലേക്കും നടത്തുന്നു. അച്ഛനെ തിരുമേനിയുടെ അനുവാദത്തോടു കൂടി ഈ ധ്യാനയോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. കുറേ സമയമായി എല്ലാവരും ഇരിക്കുകയാണ്. ഒരു നിമിഷം എഴുന്നേൽക്കാം. രണ്ടടി പാട്ട് പാടാം. സ്വർഗപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ശ്രേഷ്ഠപിതാവിൻ്റെ തൃപ്പാദമൊത്തി, അഭിമന്യ പിതാവിൻ്റെ തൃക്കരം മത്തി സ്നേഹാദരവുകളോടെ അത്രയും വന്യ കോറപ്പിസ്കോപ്പ് അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഈ വൈകിയ സമയത്തും വളരെ ക്ഷമയോടിരിക്കുന്ന ദൈവജനമേ, ബലഹീനായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിന് കാരണം സദ്യ വിളമ്പി പഴവും പായസവും പപ്പടവും ഒക്കെ കൊടുത്തു നിറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും എത്ര രുചികരമായ ഭക്ഷണം വിളമ്പിയാലും പലർക്കും അത് അരോചകമായിരിക്കും. എങ്കിലും ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും ആത്മീയമായ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ തീം സങ്കീർത്തനം 37-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണല്ലോ. സങ്കീർത്തനക്കാരൻ 3 കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 1, ദൈവത്തിൽ ആശ്രയിക്കുക. 2, നന്മ ചെയ്യുക. 3, ദേശത്ത് വിശ്വസ്തയോടെ പാർക്കുക. ഇങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമാണ് സ്വർഗരാജ്യം അഥവാ നിത്യജീവൻ. ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതും സ്വർഗരാജ്യത്തിനായി ഒരുങ്ങുക. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ വളരെയധികം കടമ്പകൾ കടന്ന് പാടുപെട്ടാണ് അമേരിക്കയിൽ വന്നത്. വന്നിറങ്ങിയ ഉടനെ മകൻ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ അനേക കടമ്പകൾ കടക്കണമല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അമേരിക്കയ്ക്ക് പോരുന്ന ഓരോ മലയാളികളും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളും അനേക കടമ്പകൾ കടന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഏറ്റവും
നല്ല പൗരത്വം റോമാ പൗരത്വമായിരുന്നു. ഇന്ന് ഏറ്റവും വലിയ പൗരത്വം അമേരിക്കൻ പൗരത്വമാണ്. ഇത് ഭൂമിയിലെ കാര്യമാണ്. സ്വർഗത്തിലെ പൗരത്വം അത് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതണം. നമുക്കെന്തെല്ലാം വിദ്യകളോ വിദ്യാഭ്യാസങ്ങളോ ഡോക്ടറേറ്റ് ബിരുദങ്ങളോ സ്ഥാനമാനങ്ങളോ എന്തു ഉണ്ടെങ്കിലും അതെല്ലാം ഈ ലോകത്തിൻ്റെ പരിമിതികളിൽ ഒതുങ്ങിപ്പോകും. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്ക് വന്നിട്ട് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്ന വചനമാണ് മനസ്സാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വീണ്ടും നമ്മുടെ കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെടുവീൻ. സ്വർഗരാജ്യം ആരംഭിക്കേണ്ടത് ഈ ഭൂമിയിലാണ്. സ്വർഗരാജ്യം വ്യക്തിപരമായ അനുഭവത്തിൽ വളർത്തിയെടുക്കണം. സ്വർഗരാജ്യം കുടുംബജീവിതത്തിൽ വളർത്തിയെടുക്കണം. സ്വർഗരാജ്യം ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ ലോകത്തിൻ്റെ പരീക്ഷണങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി സഹനത്തോടെ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കും. സഹനത്തിലൂടെ കടന്നു വന്ന ദൈവമക്കളാണ് അനേകം ദൈവത്തിൻ്റെ ദാസന്മാരായി വളർന്നു വന്നിട്ടുള്ളത്. അവർ മുഖേന ലോകത്തിൽ അനേക ആയിരങ്ങൾ ലക്ഷങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കപ്പെടുവാനിടയായിത്തീർന്നു. യേശുക്രിസ്തു ലോകത്തിന് കൊടുത്ത ഉപദേശം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്ക് ഏവർക്കും വേണ്ടുന്നത് ഈ ദൈവത്തിൻ്റെ തിരുവചനത്തിലുണ്ട്. ഈ ദൈവത്തിൻ്റെ തിരുവചനം അനുഗ്രഹത്തോടുകൂടെ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കുക. കർത്താവ് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം എനിക്കായി വിനിയോഗിക്കും. അങ്ങനെയുള്ളവരെ കർത്താവ് അനേക വിധത്തിലുള്ളതായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ പ്രാപ്തരാക്കി തീർക്കും. ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ഭൂതങ്ങളെ പുറത്താക്കുവീൻ, രോഗികളെ സൗഖ്യപ്പെടുത്തുവീൻ, സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിപ്പീൻ. ഈ ദൗത്യം കർത്താവ് അവരെ ഏൽപ്പിച്ചു. അവർ വളരെ മനോഹരമായി ശിശുക്കളെ പോലെ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, ഭാര്യാഭർത്താക്കന്മാർ ഒരു ചെറിയ സഭയുടെ പുരോഹിതരാണ്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും ചെറുതുമായ ഒരു സംഘടനയുണ്ട്. ആർക്കെങ്കിലും പറയാമോ അത്? ഏറ്റവും ചെറുത്, ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഏതാണ്? അതാണ് കുടുംബം. കുടുംബം. സ്വർഗരാജ്യത്തിൻ്റെ ആരംഭത്തിന് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കേണ്ട പ്രക്രിയ ദൈവാനുഗ്രഹത്തോടെ ജന്മം നൽകുന്നതിനും ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തെ വാഴ്ത്തുന്നതിനും മക്കളെ പഠിപ്പിച്ച് വളർത്തുന്നതിനും അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് മാതാപിതാക്കളായ പുരോഹിതർ. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ, അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി
പ്രശോഭിതരാ അവരുടെ മുഖം ദുഃഖിച്ചില്ല, അവരുടെ മനം തകർന്നതില്ല, അവരുടെ മുഖം ലജ്ജിച്ചില്ല, അവരുടെ മനം ദുഃഖിച്ചില്ല. സങ്കീർത്തനക്കാരൻ യഹോവയിലേക്ക് നോക്കി ശക്തി ആർജിച്ചപ്പോൾ എഴുതി വെച്ചു, അവങ്കിലേക്ക് നോക്കുവീൻ, അവരുടെ മുഖം പ്രകാശിക്കും. അവരുടെ മുഖം ലജ്ജിക്കേണ്ടി വരികയില്ല, അവരുടെ മനസ്സ് ദുഃഖിക്കേണ്ടി വരികയില്ല. കുടുംബജീവിതത്തിലെ ഐക്യത എങ്ങനെയാണ് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നത്? കുടുംബസംഗമത്തിന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഒരു വീട്ടിൽ 5 പേര് 6 പേര് ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് അല്പസമയം സന്തോഷത്തോടെ സംസാരിക്കണം, ഷെയർ ചെയ്യണം. അങ്ങനെയുള്ള കുടുംബത്തിൽ സാത്താന്യ ശക്തിക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ആ കുഞ്ഞുങ്ങൾ കെട്ടുറപ്പുള്ള മക്കളായിത്തീരും. ഈ കുടുംബസംഗമം കൊണ്ട് ഒന്നാമതായി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കേണ്ടത് സ്വർഗരാജ്യം. രണ്ടാമത് അതിന് നിദാനമായി തീരുന്ന കുടുംബജീവിതത്തെ ഭദ്രമാക്കുന്ന ക്രമീകരണം. സൗകര്യങ്ങളെ പ്രതി സ്വയം പര്യാപ്തമായി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുമ്പോൾ വഴിവിട്ടു പോകുന്ന, കൈവിട്ടു പോകുന്ന ഒരു രീതിയിലേക്ക് അധപതിച്ചു പോകരുത്. അവരെ മാറോട് ചേർത്ത് നിർത്തി യേശുവിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുത്തണം. ആർഷഭാരതത്തിലെ സംസ്കാരവും കേരളത്തിലെ ക്രൈസ്തവ സംസ്കാരവും ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹത്തിൻ്റെ കുടുംബജീവിതം നയിക്കുന്നവരാണ് ഭാരതത്തിലെ കേരളീയർ. പ്രിയമുള്ളവരെ, അവിടെ 12 മക്കളുണ്ടെങ്കിലും അവരെത്ര പ്രായപൂർത്തിയായി കഴിഞ്ഞാലും ആ കുടുംബത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിത്തീരുവാൻ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഞാനിവിടുത്തെ ജീവിതത്തെക്കുറിച്ച് നിരീക്ഷിച്ചു. നിങ്ങളുടെ ഈ ആയുസ് സന്തോഷമായി പോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാവി ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. വളരെയധികം സ്വാതന്ത്ര്യവും സാമ്പത്തിക ക്രമീകരണങ്ങളും വരുമ്പോൾ പൈശാചിക ശക്തികളുടെ സ്വാധീനം കുഞ്ഞുങ്ങളെ കാർന്നു തിന്നും. വഴിവിട്ട ജീവിതത്തിലൂടെ അന്ധകാര അവസ്ഥയിലൂടെ ജീവിക്കുന്ന ഒരനുഭവങ്ങളിലേക്ക് ആ മക്കൾ തള്ളപ്പെടും. കണ്ണുനീരോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കേരളത്തിലും വളരെയധികം പ്രതിസന്ധികളുടെ നടുവിലൂടെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. 2 മരണം നടന്ന വീടാണ്. മൂത്ത മകൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി വരുമ്പോൾ വാഹനമിടിച്ച് മരിച്ചുപോയി. 2ാമത്തെ പുത്രൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരിയ നേഴ്സറി എന്ന് പറയുന്ന വലിയൊരു നേഴ്സറിയുണ്ട്. അതിൽ തൊഴിലാളികൾ പറഞ്ഞു, മുതലാളി 2-3 തെങ്ങൻ തടി വെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഭവനം പണിയാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവർ തെങ്ങൻ തടി വെട്ടി പറമ്പിൽ നിന്ന് റോട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പിഞ്ചു ബാലൻ, 4 വയസ്സ് കഴിഞ്ഞ പിഞ്ചു ബാലൻ പിറകെ ഉണ്ടായിരുന്നു. അവർ തടിയിട്ടത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്കാണ്. ആ കുഞ്ഞ് അവിടെ വെച്ച് തന്നെ പടഞ്ഞു മരിച്ചു. 2 ആൺമക്കൾ നഷ്ടപ്പെട്ടു. പിന്നീട് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവർ താമസിക്കുന്നത് പടിഞ്ഞാറ് കോടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. രാരീച്ചൻ എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരൻ്റെ ഭവനത്തിൽ തുടർന്നുള്ള ദിവസങ്ങൾ രാത്രി പാർക്കുവാൻ അവർക്ക് വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പല പ്രശ്നക്കാരെയും മന്ത്രവാദികളെയും അവർ കൊണ്ടുവന്നു. പറഞ്ഞു, വീട്ടിൽ കടന്നാൽ ഇനിയുള്ളവർ മരിച്ചു പോകും. അതുകൊണ്ട് തൊടുപുഴയ്ക്ക് പോകുന്ന വഴി
അവിടെ നിന്ന് 12 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് ജ്യേഷ്ഠൻ താമസിക്കുന്നുണ്ട്. വൈകുന്നേരം അവർ വണ്ടിയിൽ പോകും, പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വരും. മാസങ്ങൾ പിന്നിട്ടു, യാതൊരു സ്വസ്ഥതയുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിനൊരു വണ്ടി ആക്സിഡൻറ്റ് വീണ്ടും ഉണ്ടായി. കാലൊടിഞ്ഞു. സഹോദരി ഉമ്മറത്തുള്ള പത്താഴത്തിൻ്റെ മുകളിൽ കയറി വസ്ത്രങ്ങളെല്ലാം മഴയിലിടുമ്പോൾ ആരോ എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞതുപോലെയുള്ള അവസ്ഥ. അവൾക്ക് വലിയ പരുക്കുകളൊക്കെ ഏറ്റു. ഇനി എന്തിനു ജീവിക്കണം? നിരാശയോടിരിക്കുമ്പോഴാണ് അവരെ പോത്താനിക്കാട് പള്ളിയിൽ ഞാനിരിക്കുമ്പോൾ കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരണം, സമാധാനമില്ല. അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ആ മകൾ ബോധം കെട്ട് വീണു. പ്രിയമുള്ളവരെ, എന്നെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ട് കാണും. 1987 മുതൽ ഹീലിംഗ് മിനിസ്ട്രി നടത്തുവാൻ ദൈവം കൃപ ചെയ്തിരിക്കുകയാണ്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ 100 കണക്കിന് ആളുകൾ വീഴാറുണ്ട് സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ. അങ്ങനെ ആ സഹോദരിയും വീണു. അനേക ബാധകൾ ഉള്ളതായി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വിട്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, അവളുടെ ബോധം, നീ ഇവളെ കൊല്ലുവാൻ എന്താണ് പ്രയോഗിച്ചിരിക്കുന്നത്? വിഷം അലമാരയിൽ വെച്ചിട്ടുണ്ട്, ഇവളെ കൊല്ലുവാൻ. അവൾക്ക് ബോധം തെളിഞ്ഞു. ഞാൻ ചോദിച്ചു, നീ വിഷം എടുത്തു വെച്ചിട്ടുണ്ടോ? അച്ഛനോട് ആരാ പറഞ്ഞേ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, വിഷക്കൊപ്പി എടുപ്പിച്ച് അത് നശിപ്പിച്ച് കളഞ്ഞു. ആ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു വീട് വേണച്ചു. ഞാൻ സ്ഥാനം കാണാനോ കുറ്റി അടിക്കാനോ ഒന്നും പോകാറില്ല. എങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു സ്ഥാനം നിർണയിച്ച് കാണിച്ചു. അറിവുള്ള ഒരാളെ കൊണ്ട് ഒന്നുകൂടി നോക്കിക്കാൻ പറഞ്ഞു. 7 മാസത്തിനകം നിങ്ങൾക്ക് മനോഹരമായ ഭവനം കർത്താവ് ഒരുക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടതായ കാര്യങ്ങളും വേദവായനകളെല്ലാം മനസ്സിലാക്കി കൊടുത്തു. 6.25 മാസം കൊണ്ട് അവരുടെ ഭവനം പൂർത്തിയാക്കി. ആ ഭവനം കൂദാശ ചെയ്യുവാൻ തക്കവണ്ണം എന്നെയും വിളിച്ചിരുന്നു. അവിടുത്തെ ശുശ്രൂഷകൻ്റെ മകൻ സോണി ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശം എന്ന് പറയുന്ന പുസ്തകത്തിൽ, എന്നെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ സോണിയുടെ സാക്ഷ്യമുണ്ട്. ആ സോണി അപ്പനെ അടിക്കും, ജ്യേഷ്ഠനെ അടിക്കും. വലിയ തീവ്രമായ അക്രമത്തിൻ്റെ ഉടമയായിരുന്നു. കാല് പിടിച്ച് വെറുതെ കപ്പിയാർ, ചോ ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. ഞാൻ പറയുന്നു, വന്നാലും കാര്യമില്ല, അടുത്ത ഞായറാഴ്ച പള്ളിയിലേക്ക് വരിക. പ്രാർത്ഥിക്കുമ്പോൾ അവനും വീണു. വളരെയധികം മല്ല് പിടിച്ചു. അവനുള്ള ദുഷ്ട അരൂപികൾ വളരെ ശക്തിയുള്ളതായിരുന്നു. MC ഒക്കെ കഴിഞ്ഞൊരു പയ്യനാണ്. പ്രിയമുള്ളവരെ, സുബോധം പ്രാപിച്ചപ്പോൾ അവനൊരു കുഞ്ഞാടിനെ പോലെയുള്ള പൈതലായി തീർന്നു. അന്നു മുതൽ ആ കുടുംബത്തിന്, രാരിച്ചൻ എന്ന് പറയുന്ന പടിഞ്ഞാറെ കോടിക്കുളത്തിലുള്ള സഹോദരൻ്റെ കുടുംബത്തിനും വലിയ സമാധാനവും സ്വസ്ഥതയും ഉണ്ടായി. അനുഗ്രഹത്തിൻ്റെ പടവുകളിലൂടെ ആ കുടുംബത്തെ ദൈവം രക്ഷിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഐക്യതയോടുകൂടിയുള്ള കുടുംബജീവിതം, പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കും. നമുക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമുക്കു നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. നാം നടുകയാണെങ്കിൽ നമുക്ക് ഭക്ഷിക്കാം. നൽകുന്നു എങ്കിൽ നമുക്ക് അതിലിരട്ടിയായി വാങ്ങിക്കാം. നാം തന്നെയാണ് സ്വർഗം പണിയുന്നതും, നാം തന്നെയാണ് നരകത്തിൻ്റെ ജീവിതം നയിച്ച് നരകത്തിലേക്ക് പോകുന്നതും അതിൻ്റെ വഴിയൊരുക്കുന്നതും. ആസ്ട്രേലിയയിലെ ഒരു ദൈവ മനുഷ്യൻ, ഗ്രഹാം സ്റ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ദൈവ പൈതൽ, അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ വന്നു. ഒറീസയിൽ വന്നപ്പോൾ അവിടെ ബാരിപ്പാട് എന്ന് പറയുന്ന ഒരു കുഗ്രാമം, അവിടെ ആരാലും തള്ളപ്പെട്ട് വ്രണിതരായി കഴിയുന്ന 200 കുഷ്ഠരോഗികളുടെ ഒരു കൂട്ടം വളരെ നിർജ്ജീവമായ അവസ്ഥയിൽ കഴിയുന്നു. അദ്ദേഹം വളരെ ദൈവികമായ ഉൾക്കാഴ്ചയുള്ള വ്യക്തിയായിരുന്നു. ആസ്ട്രേലിയയിൽ പോയി
അദ്ദേഹം തിരിച്ചു വന്നു. 1965 ഈ സംഭവം. അദ്ദേഹം ഈ ഭാരതത്തിൽ കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ രോഗികൾക്ക് വേണ്ടിയായിരുന്നു. ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കുഷ്ഠരോഗികളെ ആയിരുന്നു. ലോകം വെറുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇദ്ദേഹത്തെയും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഈ മക്കളെയും വിനിയോഗിക്കുവാൻ ശുശ്രൂഷയ്ക്ക് തയ്യാറായത്. അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോഴും അവരെ കുളിപ്പിക്കുമ്പോഴും സ്നേഹവാനായ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ നല്ല അനുഭവങ്ങളെക്കുറിച്ച് പങ്കിടുമായിരുന്നു. അനേകർ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിച്ച് ക്രിസ്തു യേശുവിൽ നിദ്ര പ്രാപിച്ചു. അനേക രോഗികളും വീണ്ടും വീണ്ടും വന്നു ചേർന്നു. ഇദ്ദേഹം 24 മണിക്കൂറും എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യയും ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ രാപകൽ ബദ്ധശ്രദ്ധരായിരുന്നു. 1999 ജനുവരി മാസം 22-ാം തീയതി ഒരു വലിയ കൺവെൻഷൻ നടത്തപ്പെട്ടു. കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ വന്നവരെല്ലാം സുഖസൗകര്യങ്ങൾ നോക്കി ഉറങ്ങുവാൻ പോയി. ഈ ഗ്രഹാം സ്റ്റെയിൽസും തൻ്റെ പ്രിയപ്പെട്ട 2 മക്കൾ തിമോത്തിയും ഫിലിപ്പും അടങ്ങുന്ന അവർ 3 പേരും അവരുടെ ഒരു പഴയ വാഹനത്തിൽ കടന്നുറങ്ങുകയാണ്. പാതിരാത്രി കഴിഞ്ഞു. 19 പേർ അടങ്ങുന്ന ഒരു സമൂഹം കുന്തവും ശൂലവുമേന്തി അവരുടെ ദൈവങ്ങളുടെ പേരും വിളിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ വാഹനത്തിന് ചുറ്റും വന്ന് നൃത്തം ചവിട്ടി. വാഹനത്തിൻ്റെ ചില്ലുകൾ തകർത്തു, പെട്രോൾ ഒഴിച്ചു, തീ കൊടുത്തു. ഈ പിഞ്ചുമക്കൾ കത്തുവാൻ ആരംഭിച്ച ശരീരത്തിൽ വേദന അനുഭവപ്പെട്ടപ്പോൾ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുവാൻ തുടങ്ങി. ശൂലം കൊണ്ടും കുന്തമനകൾ കൊണ്ടും ആ കുഞ്ഞുങ്ങളെ കുത്തിയമർത്തി അവരെ 3 പേരെയും ഇതാ കത്തിക്കുന്നത് കണ്ട് അട്ടഹസിക്കുകയാണ്. ബഹളം കേട്ട ഗ്രാമീണർ ഓടി വന്നു. നോക്കുമ്പോൾ 3 പ്രകാശഗോളങ്ങൾ വാനിലേക്ക് ഉയരുന്നത് കാണുകയാണ്. അവർക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകുകയാണ്. ആ 3 പേരും ദൈവത്തിൻ്റെ ഭവനങ്ങളിൽ കടന്നുപോയി. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിനു വേണ്ടി സാംസ്കാരികമായി സാമ്പത്തികമായി ഉയർന്ന ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഭാരതത്തിലേക്ക് കടന്നു വന്ന ആ 3 പേരെയും വധിച്ചുവെന്ന വാർത്ത പ്രിയപ്പെട്ട ഭാര്യ ഗ്ലാഡീസ് അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞെങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ഇന്ന് ധാരാളം ക്രൈസ്തവരുണ്ട്. 2000 ഉറങ്ങുന്ന ക്രൈസ്തവരെക്കാൾ ഉണർവുള്ള 2 ക്രിസ്ത്യാനിയെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ദൈവം അനേക കൃപകൾ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് ബലഹീനനായ എന്നെ. ഞാൻ പലപ്പോഴും വളരെ ദുഃഖിതനായിരിക്കാറുണ്ട്. ദൈവമേ, അങ്ങ് തന്ന അനേക കൃപകൾ പ്രാപിച്ചിട്ടും എനിക്കതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. പല ആളുകൾ വിചാരിക്കുന്നത് ദൈവം സൗന്ദര്യം നോക്കുന്നവനാണ്, സ്റ്റാറ്റസ് നോക്കുന്നവനാണ്, വിദ്യാഭ്യാസം നോക്കുന്നവനാണ്, PhD നോക്കുന്നവനാണ്.
പ്രിയമുള്ളവരെ, ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. യെരുശലേം ദൈവാലയത്തിൽ യൂദസ്കറിയോയ്ക്ക് നല്ല പിടിപാടുണ്ടായിരുന്നു. പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഗുരുക്കന്മാരും യൂദയോട് പറഞ്ഞു, നിൻ്റെ ഗുരുവിനെ ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കണ്ട് വളരെ കാര്യങ്ങൾ പരിശോധിക്കണം, ശോധന ചെയ്യണം, ഒന്ന് കൊണ്ടുവരണം. കർത്താവ് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ, ഓശാനയുടെ ദിവസമല്ല കേട്ടോ, വേറൊരു അവസരമാണിത്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന് പറയുന്ന മരിയ വളത്തോർത്ത് എഴുതിയ ആ പുസ്തകം 1944 മുതൽ 47 വരെയുള്ള 4 വർഷം ദൈവത്തിന് ഏറ്റവും സ്നേഹമുള്ള ലോക ജനത നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം ഓരോരുത്തരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടത്തുവാൻ കൃപ ചെയ്യും. മരിയ വളത്തോർത്ത വളരെയധികം ഭാരത്തോടും ദുഃഖത്തോടും കൂടെ രോഗക്കിടക്കയിൽ കിടക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അവരുടെ അമ്മയോടുകൂടി യാത്ര ചെയ്യുമ്പോൾ ഇരുമ്പ് വടി കൊണ്ട് തല്ലി തകർത്തു. ലോകത്തിലെല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് തന്നെ ഉപദ്രവിച്ച ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മരിയ വളത്തോർത്ത. യേശു ഒരിക്കൽ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു, മകളെ, ലോകം കഷ്ടത അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ നിനക്ക് കുറച്ച് കാഴ്ചകൾ തരുവാൻ പോകുകയാണ്. എൻ്റെ അമ്മ ജനിച്ച നാൾ മുതൽ, ഞാൻ ജനിച്ച നാൾ മുതൽ വിശുദ്ധ ബൈബിളിൽ ഉൾപ്പെടാത്ത അനേക അത്ഭുതങ്ങളടക്കം എങ്ങനെയുള്ള കാഴ്ചകൾ ഇപ്പോൾ നമ്മളിരിക്കുന്ന പോലെ, ടി വിയിലൊന്നും കാണുന്ന പോലെയല്ല. ഞാൻ ആ പുസ്തകം, ആ സ്ത്രീ 61 മരിച്ചു. ആ പുസ്തകം ഞാൻ വായിച്ചു. 15,000-ഓളം പേജുകളുണ്ട്. വേദശാസ്ത്രജ്ഞന്മാർ ആ പുസ്തകങ്ങൾ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. 15 വാല്യങ്ങൾ, 450 പേജുള്ള 15 വാല്യങ്ങളുള്ള പുസ്തകം. അതിൽ മനോഹരമായി അനേക അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കർത്താവും ആയിരക്കണക്കിന് ആളുകളും യെരുശലേം ദേവാലയത്തിൻ്റെ കവാടത്തിൻ്റെ അടുക്കലുള്ള ഗ്രൗണ്ടിൽ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ ഗുരുക്കന്മാരും ശ്രേഷ്ഠന്മാരും അവരുടെ മനോഹരമായ വേഷഭൂഷാദികളോട് നിൽക്കുകയാണ്. അവിടെ കർത്താവ് കടന്നു ചെന്നപ്പോൾ കീറിപ്പറഞ്ഞ ഒരു ദരിദ്ര വേഷധാരിയായ പാവപ്പെട്ട മനുഷ്യൻ ഒരു സൈഡിൽ ചാരി നിൽക്കുന്നുണ്ട്. കർത്താവ് മെല്ലെ അവൻ്റെ അടുക്കലേക്ക് ചെന്നു, അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. യൂദസ്കറിയാത്തോ, ഗുരു, അങ്ങ് എന്താണ് ചെയ്തത്? ഗുരുക്കന്മാരും ശ്രേഷ്ഠന്മാരും ഇവിടെ നിൽക്കുമ്പോൾ ഒരു ദരിദ്ര വേഷധാരിയെ അങ്ങ് ആലിംഗനം ചെയ്യുന്നത് എന്താണ്? കർത്താവ് പറഞ്ഞു, യൂദാസ്, ഞാൻ ആരുടെയും സൗന്ദര്യം നോക്കാറില്ല. ഹൃദയത്തിൻ്റെ സൗന്ദര്യമാണ് ഞാൻ വീക്ഷിക്കുന്നത്. ഇവിടെ നിൽക്കുന്നവരിൽ ഏറ്റവും ഹൃദയ വിശുദ്ധിയും ഹൃദയ സൗന്ദര്യമുള്ള വ്യക്തിയെ ഞാൻ കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ളത്, ഞാനിത് പറഞ്ഞത്, ദൈവം ഏതു ചെറിയവനെയും സ്നേഹിക്കുന്നു. നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എങ്ങനെയുണ്ട് അത് പുറമെ ആരും വരച്ച് കാണിക്കണ്ട. സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ആ ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതിയും കീഴ് നമുക്ക് ജീവിക്കുവാൻ ഇടയായിത്തീരട്ടെ. തമിഴ്നാട്ടിലെ പ്രൊട്ടസ്റ്റൻ്റ് സഭയിലെ ഒരു ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഒരു ക്രൂശിത രൂപം, അതിനൊരു പ്രത്യേകതയുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ രൂപമല്ല, അതിൽ തൂങ്ങിക്കിടക്കുന്ന ശ്രീകൃഷ്ണനാണ്. ഹൈന്ദവരുടെ ഇടയിൽ തിങ്ങിപ്പാർക്കുന്ന അനേക ജാതി മതസ്ഥരുടെ മുമ്പിൽ കയ്യടി വാങ്ങിക്കുവാൻ ദൈവികമായി യാതൊരു മൂല്യവുമില്ലാത്ത ബിഷപ്പ് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ സംഭവത്തെ ഓർത്ത് അനേകർ ദുഃഖിച്ചപ്പോൾ അനേക ആയിരങ്ങൾ സന്തോഷിച്ചു. ആ പാവം ജനങ്ങൾ പറഞ്ഞു, ക്രിസ്തുവും കൃഷ്ണനും ഒന്ന് തന്നെ. ആധികാരികമായ ചോദ്യം ഉണർന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തു ആയിരുന്നിടത്ത് കൃഷ്ണനും ജനിച്ചിരുന്നുവെങ്കിൽ കൃഷ്ണനെ ക്രൂശിൽ തറച്ചേനെ എന്ന് പറഞ്ഞ് തടി തപ്പി.
പ്രിയമുള്ളവരെ, ആത്മീയ തലങ്ങളിൽ ഇരിക്കുന്ന ഒരു ബിഷപ്പ് അനേക ആയിരങ്ങളെ ദൈവരാജ്യത്തിലേക്ക് ചേർക്കേണ്ടതിന് പകരം അന്ധകാരത്തിൻ്റെ വഴിയിലേക്ക് തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. അനുദിന മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിത്യജീവൻ നമുക്കായി തുറക്കപ്പെടും. അനുദിന ജീവിതത്തിലെ മാനസാന്തരമാണ്. പലരുമൊക്കെ പറയും, ഞാൻ ഇന്ന മാസം ഇത്രാം തീയതി മാനസാന്തരപ്പെട്ടു. പോരാ, ഓരോ നിമിഷവും ഓരോ മണിക്കൂറും നിൻ്റെ ജീവിതത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായാൽ തീർച്ചയായും മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റേതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:18 ലോകത്തിൻ്റെതെല്ലാം മാറിപ്പോകും. സുറിയാനിയക്കാരയിൽ ഇങ്ങനെ ഒരു ഈരടിയുണ്ട്. ഓ സിന്ദോറി, ഓ സിന്ദോറി, സോബോക്കായോ ബ്രീക്കന്തുമാബാ ലകോലഹുന്തോറേ ഹോലോബാ. തലമുറകൾ വരുന്നു, തലമുറകൾ പോകുന്നു, ഒന്നും നിലനിൽക്കുന്നില്ല. ദൈവവും ദൈവത്തിൻ്റെ വചനവും മാത്രം നിലനിൽക്കുന്നു. വചനം വായിക്കുമ്പോൾ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിൻ്റെ വചനം മാത്രം നിലനിൽക്കുന്നു. മനുഷ്യ, നിൻ്റെ ആയുസ് വെറും ചുരുങ്ങിയ നാളുകളാണ്. നീ വളരെ നിഷ്ഠയോടുകൂടി ജീവിച്ചാൽ ഒരു 10,000-30,000 ദിവസങ്ങൾ ജീവിച്ചേക്കാം. 80 വയസ്സിന് മേലെ വന്നാൽ ഒരു 10,000-30,000 ദിവസത്തോളം നീ ജീവിച്ചേക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയുടെ കീഴിൽ വളരുവാൻ നമുക്ക് അഭ്യസിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12:47 യേശു ക്രിസ്തു ലോകത്തെ വിധിപ്പാനല്ല കടന്നു വന്നത്, ലോകത്തെ രക്ഷിപ്പാനാണ്. സ്വർഗരാജ്യം മത്തായിയുടെ സുവിശേഷം 11:12 ബലാത്കാരം പിടിച്ചടക്കുന്നു. ഭാര്യ ഭർത്താവിന് തടസ്സം നിന്നാൽ അതിൽ കാര്യമില്ല. ഒരു ദൈവ പൈതൽ ബലാത്കാരം സ്വർഗരാജ്യം പിടിച്ചടക്കുന്നു. ഭാര്യ ഭർത്താവ് തടസ്സമായി നിന്നാൽ ദൈവത്തിൻ്റെ കൈക്കീഴിൽ അമർന്നുകൊണ്ട് ദൈവരാജ്യം പിടിച്ചടക്കുവാനുള്ള ആർദ്രതയോടുകൂടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ലോകത്തിൽ നിത്യമായി നേടുവാൻ കഴിയുന്നത് ഒന്നേയുള്ളൂ, അത് സ്വർഗരാജ്യം. നാം സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ്, സ്വർഗരാജ്യത്തിലെ മണവാട്ടിയാണ്, സ്വർഗരാജ്യത്തിലെ സൈന്യമാണ്. സിയോൻ സൈന്യമേ ഉണർന്നിടുക, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിപ്പാൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുക, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിപ്പാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജാസേറുംപുരി, തേജാസേറുംപുരി. സ്വർഗത്തിലെ മണവാട്ടിയാകുവാനുള്ള സഭയാണ് നാം. സ്വർഗത്തിൻ്റെ സൈന്യമായി തീരേണ്ടവരാണ്. കാഹളധ്വനി കേൾക്കേണ്ട സമയങ്ങൾ അടുത്തു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ വരുന്നവർ ഹൃദയശുദ്ധിയുള്ളവരാകണം. അവർ അനുസരണവും വിശ്വാസവുമുള്ളവരായിരിക്കണം. കൺമോഹം, ജഡമോഹം, ജീവപ്രതാപങ്ങൾ കൺമോരിൽ ദൈവം വസിക്കയില്ല.
സ്നേഹം വിശ്വാസം പ്രത്യാശയുള്ളോരിൽ സ്നേഹമാം ദൈവം വാണിടുമേ. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പാപത്തിലേക്ക് നയിക്കുന്ന കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവസ്നേഹം വിശ്വാസം പ്രത്യാശയാകുന്ന സുഹൃതങ്ങളിലൂടെ നമുക്ക് സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാം. 1 കൊരിന്ത്യർ 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. മരിച്ചവരെ ജീവിപ്പിക്കുവാനും നിത്യജീവൻ കൊടുക്കുവാനും അധികാരമുള്ളവൻ യേശുക്രിസ്തു മാത്രമാണ്. ഈ ലോകത്തിൽ അനേക മതസ്ഥാപകന്മാർ കടന്നു വന്നു, അനേക തത്വസംഹിതകൾ ലോകത്തിന് നൽകി. പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് അവരുടെ ഇങ്ങനെ നടപ്പാക്കുവാൻ അനേകരെ കൊല്ലിച്ച അനേക മതസ്ഥാപകന്മാർ, അവർ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചു. അനേക ഭാര്യമാരെയും വെപ്പാട്ടികളെയും സ്വീകരിച്ച് പാപത്തിന് അടിമയായി തീർന്ന് ലോകത്തിന് ആപത്തുകൾ വരുന്ന ഉപദേശങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അവർ കടന്നുപോയി. അവരെല്ലാവരും മരിച്ചു, മണ്ണോട് മണ്ണി ചേർന്നു. ഉലകമഹാന്മാർ സകലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസം കൂടാതെ ദൈവത്തെ സേവിക്കുവാൻ കഴിയുകയില്ല. റോമാലേഖനം 10:17 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. 2 പത്രോസ് 2:10 ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കും. നീ ജഡത്തിൻ്റെ സ്വഭാവത്തിന് തോൽക്കുന്ന മനുഷ്യനാണോ, നീ അതിനടിമപ്പെട്ടിരിക്കും. നീ മദ്യത്തിന് അടിമയാണോ, നീ അതിൻ്റെ ദാസനാണ്. നീ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ, നീ അതിൻ്റെ ദാസനാണ്. നമുക്ക് ഏത് വഴി തിരഞ്ഞെടുക്കാം? ദൈവത്തിൻ്റെ വഴിയോ സാത്താൻ്റെ വഴിയോ? ദൈവത്തിൻ്റെ രാജ്യമോ സാത്താൻ്റെ രാജ്യമോ? ജീവനോ മരണമോ? സ്വർഗമോ നരകമോ? ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമ്മുടെ പേർ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടണം. നിങ്ങൾ ഈ ലോകത്തിൽ ഈ അമേരിക്കയിൽ കടന്നു വന്ന് എത്ര ലക്ഷം ഡോളർ സമ്പാദിച്ചാലും അതൊന്നും സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉപാധിയല്ല. നിത്യജീവന് വേണ്ടുന്ന വഴികളിലൂടെ യാത്ര ചെയ്യണം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. സ്വർഗരാജ്യം അവസാനമില്ലാത്തത്, നീതിയോടെ ഭരിക്കുന്ന രാജ്യം, അത് വിശുദ്ധന്മാർക്കുള്ള രാജ്യം. എനിക്കൊരു ട്രസ്റ്റി ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഞാനിരുന്ന പള്ളിയിൽ അദ്ദേഹം വല്ലപ്പോഴൊക്കെ മദ്യപിക്കും. കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഒന്നുമില്ല, ഒക്കെ ഇങ്ങനെ പറയും പുള്ളി. അച്ചോ, ഈ സ്വർഗത്തിൽ ഇങ്ങനെ ദൈവം ഉണ്ടെന്നും മാലാഖമാരുണ്ടെന്നും വിശുദ്ധന്മാരുണ്ടെന്നും നമുക്ക് വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറയും, വേദപുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, എടുത്ത് വ്യാഖ്യാനിച്ചു കൊടുക്കും. അല്ല, ഇപ്പം ആരെങ്കിലും പോയി വന്നതായിട്ട് അറിയാമോ? ഉണ്ട് പ്രിയമുള്ളവരെ. ആദ്യമായി സ്വർഗരാജ്യത്തിൽ പോയി തിരിച്ചു വന്ന വ്യക്തികളെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9:4 സ്വർഗത്തിലേക്ക് ജീവനോട് എടുക്കപ്പെട്ടു പോയ ഏലിയാവും മരിച്ച് അടക്കം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയ മോശയും മറുരൂപമലയിൽ യേശുക്രിസ്തുവിൻ്റെ
നിര്യാണത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം അവർ വെള്ളിമേഘത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. അവർ യേശുവിനോട് സംഭാഷിക്കുന്നു. എത്ര വലിയ മഹത്വരമായൊരു അനുഭവമാണ്. വീണ്ടും ജീവനോടിരിക്കുമ്പോൾ തന്നെ പൗലോസ്ലീഹ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു എന്ന് 2 കൊരിന്തി 12:1-4 വരെ വായിക്കുമ്പോൾ കാണാം. കൂടാതെ നമ്മുടെ ഒരു ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പരിശുദ്ധ പിതാവുണ്ടായിരുന്നു. ആ പിതാവ് സ്വർഗത്തിൽ കൊണ്ടുപോയി 21 ദിവസം സ്വർഗനരക കാഴ്ചകൾ കണ്ടു മടങ്ങിയ വ്യക്തിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാധു സുന്ദരസിംഗ് എന്ന് പറയുന്ന അദ്ദേഹം സ്വർഗനരക കാഴ്ചകൾ കണ്ടു മടങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു അമ്മ മരിച്ചുപോയി. ഈ സാധു സുന്ദരസിംഗിനെ കണ്ടപ്പോൾ ഈ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, എൻ്റെ ആധാരങ്ങളും പ്രധാനപ്പെട്ട രേഖകളെല്ലാം ഇന്ന സ്ഥലത്ത് ഒരു ലോക്കറിലാണ് ഇരിക്കുന്നത്. എൻ്റെ മക്കൾ അതറിയാതെ വളരെ ദുഃഖിച്ചിരിക്കുകയാണ്. അങ്ങ് ലോകത്തിൽ ജീവനോട് തിരിച്ചെത്തി ലോകത്തിൽ ചെന്നെത്തുമ്പോൾ ഈ സംഭവം എൻ്റെ മക്കളോട് പറയണം. പ്രിയമുള്ളവർ, അദ്ദേഹം തിരിച്ചു വന്ന് ഈ സത്യം പറഞ്ഞു. അവർക്ക് ആ രേഖകൾ കിട്ടുകയും ചെയ്തതായിട്ട് സാധു സുന്ദരസിംഗിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. വീണ്ടും പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ നാളുകൾ വരെ മദ്രാസിലുണ്ടായിരുന്ന DGS ദിനകരൻ എന്ന് പറയുന്ന ദേവദാസൻ ദൈവസന്നിധിയിൽ പോയി തിരിച്ചു വന്നതായി അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ നിങ്ങൾ പരിശോധിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. കൂടാതെ വാഷിങ്ടണിൽ ടെക്കോമ എന്ന സ്ഥലത്ത് ചൂനാം തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരി, അവർ കർത്താവ് 17 പ്രാവശ്യം കൊണ്ടുപോയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരതിൻ്റെ തെളിവ് സഹിതമുള്ള ഒരു പുസ്തകവും എഴുതി. അതിൻ്റെ പേരാണ് സ്വർഗം തികച്ചും ഒരു യാഥാർത്ഥ്യം. ഹെവൻ ഈസ് സോ റിയൽ. അതും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. ചൂനാം തോമസ്, CHONAM ചൂനാം തോമസ്. അത് തുറന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന അനേകരുടെ സംഭവങ്ങളും അതിലുണ്ട്. സാത്താൻ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടം എല്ലാ പട്ടണങ്ങളിലും ഇന്നുണ്ട്. അതിൽ മരിച്ചുപോയ ചില വ്യക്തികളുടെ ആത്മാക്കൾ നരകത്തിൽ ചെന്ന് കാഴ്ചകൾ കണ്ട് അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ തിക്തഫലത്തിൻ്റെ അനുഭവം എന്തെന്ന് മനസ്സിലാക്കി വീണ്ടും ദൈവം എത്ര മനസ്സലിവുള്ളവനാണ്. ദൈവത്തെ അറിയാതെ സാത്താനെ ആരാധിക്കുന്നവരും മാനസാന്തരപ്പെടുവാൻ അതിൻ്റെ പ്രീസ്റ്റ്, ഹൈ പ്രീസ്റ്റ് ഇങ്ങനെ അടങ്ങുന്ന പലരും ഈ കാഴ്ചകൾ കണ്ട് തിരിച്ചു വന്നവർ അവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തുകയും ഇന്ന് യേശുക്രിസ്തുവിന് വേണ്ടി അവർ വേല ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളത് ഗൗരവത്തിലെടുക്കണം പ്രിയമുള്ളവരെ. എത്രയും വേഗം കർത്താവിൻ്റെ വരവ് ആസന്നമായി. നമ്മൾ ഒരുങ്ങി ജീവിക്കണം പ്രിയമുള്ളവരെ. മരിച്ചേതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും ശരീരത്തിൽ ആത്മാവ് തിരിച്ച് പ്രവേശിച്ച സംഭവങ്ങൾ പലതും ഇന്നുണ്ട്. ശാസ്ത്രലോകം ഇന്നുവരെ മനസ്സിലാക്കിയിരുന്നത്, ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. എന്നാൽ മരണശേഷവും ജീവിതം തുടരുമെന്നത് സത്യം തന്നെയാണെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടണിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതും കാണാം. അതിൻ്റെ കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്. പ്രിയമുള്ളവരെ, സ്വർഗനരക കാഴ്ചകൾ കണ്ട് മടങ്ങിയവരുടെ സാക്ഷ്യങ്ങളെല്ലാം ഒരുപോലെയാണ്. എന്തൊക്കെയാണ് സ്വർഗത്തിൽ ചെന്ന് കണ്ടത്? സ്വർഗത്തിലെ മനോഹരമായ തെരുവീതികൾ, സ്വർണ്ണപ്പാലം, പളുങ്ക് നദികൾ, ഫലഭൂവിഷ്ടമായ വൃക്ഷം, ജീവവൃക്ഷം, മനോഹരമായ മാളികകളും തോട്ടങ്ങളും,
പണി പൂർത്തീകരിച്ച സ്വർഗീയ യെരൂശലേം, വിശുദ്ധന്മാർ കൂടിയുള്ള ശ്രേഷ്ഠമായ ആരാധന, സ്വർഗീയ വസ്ത്രങ്ങൾ, കിരീടങ്ങൾ, ദൈവ അനുഭവത്തിൽ ജീവിക്കാത്തവർ വളരെ വികലമായ രീതിയിൽ ലജ്ജിതരായി പാർക്കുന്ന സ്ഥലം, ഗർഭഛിദ്രം ചെയ്യപ്പെട്ട മരിച്ചുപോയ കുഞ്ഞുങ്ങൾ പാർക്കുന്ന സ്ഥലം. ഇതിനിടയ്ക്കൊരു കാര്യം പറയുകയാണ്, ഒരിക്കലും ഗർഭപാത്രത്തിൽ വെച്ചൊരു കുഞ്ഞിനെ നശിപ്പിക്കരുത്. ഓടി നടക്കുന്ന 2 കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനേക്കാൾ കഷ്ടമാണ് ഗർഭപാത്രത്തിൽ വെച്ച് ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ നശിപ്പിക്കുന്ന അവസ്ഥ. ഞാനിരുന്ന ഇടവകയിൽ ഒരു ചെറുപ്പക്കാരനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. 5 പ്രാവശ്യം അവൻ ഓപ്പറേഷൻ ചെയ്തു. അവൻ മൂത്രമൊഴിക്കുമ്പോൾ മലം പോകുന്നത് മൂത്രത്തിലൂടെ. വിദഗ്ധരായ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല. ഈ സഹോദരിയോട് ഞാൻ ചോദിച്ചത്, നീ ഗർഭചിത്രം നടത്തിയതാണോ മോളെ എന്ന് ചോദിച്ചു. അച്ഛൻ, ഞാൻ നടത്തിയിട്ടില്ല. 4ഉം 5ഉം ഗർഭചിത്രം ഞാൻ നടത്താറുണ്ട്. ഞാൻ ഹെൽത്തിലെ ഒരു നേഴ്സാണ്. എൻ്റെ മകളെ, നീ പണി നിർത്തിക്കോ. നിൻ്റെ മക്കളുടെ ഭാവി തൊലഞ്ഞു പോവുകയാണ്. നീ ഡോക്ടറോട് വളരെ ദയവായിട്ട് പറയുക, എന്നെ ഇതിൽ നിന്ന് മാറ്റിത്തരണം. പ്രിയമുള്ളവരെ, ഡോക്ടറെ അടുത്ത് ചെന്ന് കണ്ണീരോട് പറഞ്ഞു. അവൾ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് നിർത്തി. പിന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. ആ മകൻ ഇന്ന് ആരോഗ്യവാനായി ജീവിക്കുകയാണ്. ഗർഭഛിദ്രം നടത്തുന്നത് വലിയ പാതകമാണ്. അതിഭീകരമായിരിക്കുന്ന നരകാഗ്നി, തീക്കടൽ, അതിൽ നഗ്നരും മുട്ടത്തലയുള്ളവരുമായി തീക്കകത്ത് പുഴുപോലെ നുഴഞ്ഞുകൊണ്ട് അയ്യം വിളിക്കുന്നവർ, അതിക്രൂരത ചെയ്ത് രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ തരം താഴ്ത്തി യേശു ദൈവപുത്രനല്ല എന്നും യേശു ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും തെറ്റിദ്ധരിപ്പിച്ച് ലോകത്തെ വഴിതെറ്റിച്ച കള്ളപ്രവാചകന്മാർക്ക് അതിഭയങ്കരമായി തീപ്പൊയ്ക ഒരുക്കിയിരിക്കുന്നു. നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. കൽക്കട്ടയിലെ ഒരു റിക്ഷ വണ്ടി വലിക്കുന്ന സുന്ദർജി ഒരു മനുഷ്യനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചുമ തുടങ്ങി. വണ്ടി അവിടെ ഓരത്തെ നിർത്തി. അദ്ദേഹം ഛർദ്ദിച്ചു. രക്തമാണ് അദ്ദേഹം ഛർദ്ദിക്കുന്നത്. ഈ മനുഷ്യൻ അവിടെ നിന്ന് ചാടി ഇറങ്ങിയ, സഹോദര, നിങ്ങൾക്ക് പറഞ്ഞൊത്ത പൈസ തരാം, എന്നെ ഇനി റിക്ഷ വലിക്കണ്ട. അദ്ദേഹം പറഞ്ഞു, സാറേ, ഞാൻ ആരുടെയും പൈസ വെറുതെ പറ്റാറില്ല. താൻ എന്തിനാണ് പിന്നെ കഷ്ടപ്പെടുന്നത്? താൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മകളുടെ വിവാഹം നടക്കാൻ നാളെ കഴിഞ്ഞ് 500 രൂപയുടെ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ദയവായി ഞാൻ എൻ്റെ ജോലി നിവർത്തിക്കുവാൻ സാർ അനുവദിക്കണം. അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു. തങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ പിറകെ വരിക. വരുമ്പോൾ ഞാൻ വേണമെന്ന് ചെയ്യാം. ഓഫീസിൽ കയറി ചില പേപ്പറുകളൊക്കെ ഒപ്പിട്ടു. 500 രൂപ കൊടുത്തു. സുന്ദർജി കടന്നു വന്നു. അവരുടെ വിവാഹം ഭംഗിയായി നടന്നു. വധൂവരന്മാർ കാൽക്കൽ വണങ്ങി അനുഗ്രഹം പ്രാപിച്ച് ഭവനത്തിലേക്ക് പോയി. 4-ാം ദിവസം സുന്ദർജി രക്തം ഛർദ്ദിച്ചു, മരിച്ചു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുറേ ഉദ്യോഗസ്ഥർ വന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങുവാനായിട്ട് കടന്നു വന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ മകളുടെ വിവാഹം നടത്തുവാൻ രക്തം ഛർദ്ദിച്ച് തൻ്റെ മൃതശരീരവും വിറ്റ് താൻ അതിനു വേണ്ടി ഒരുങ്ങി. ലോകത്തിൽ ആർക്കും വേണ്ടാത്ത പാപം പേറിക്കൊണ്ട് ചാട്ടവാറോടി കൊണ്ട് രക്തം വാർന്നൊഴുകി ഭാരമേറുന്ന ക്രൂശും വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു കാൽവരി മലയിൽ നമുക്ക് വേണ്ടി 3 ആണികളിൽ ക്രൂശിക്കപ്പെട്ടു. എന്നതിനു വേണ്ടിയാണ് സ്വർഗരാജ്യത്തിൽ മണവാട്ടിയാകുന്ന നാം ഓരോരുത്തരും
മണവാട്ടി സഭയെ വേളി കഴിക്കുന്നതിന് വേണ്ടി, അവൻ നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യ ചെയ്ത പാപം ഭർത്താവ് ഏറ്റെടുക്കുവാൻ തയ്യാറില്ല. ഭർത്താവ് ചെയ്ത പാപം ഭാര്യ ഏറ്റെടുക്കുവാൻ തയ്യാറല്ല. ആർക്കും വേണ്ടാത്ത പാപവുമായി യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി യാഗമായി തീർന്നു. എനിക്ക് എൻ്റെ വിഷയം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നില്ല, ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് അല്പസമയം ധ്യാനിക്കാം, ക്രൂശിനെ ധ്യാനിക്കാം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ആ യേശുക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാം. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിത പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാവുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാവുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിഭയങ്കരമായ പീഡ ആരംഭിക്കുന്നത് ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ്. കരിമ്പാറമേൽ മുട്ടുമടക്കി, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ എന്ന അതിവേദനയോടെ പ്രാർത്ഥിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും സൗഖ്യമേറ്റവരായ അനേകായിരങ്ങളും തന്നോട് കൂടെയില്ല. അനേകനായി ഇതാ ക്രൂശ് മരണത്തിനൊരുങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. സ്ലോം റാബി എന്ന് പറഞ്ഞ് വഞ്ചനയുടെ ചുംബനവുമായി യേശുവിനെ ഒറ്റിക്കൊടുത്തു. യേശുനാഥനെ ബന്ധിച്ച് ആദ്യമായി ഹന്നാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി അവിടെ വിസ്തരിച്ചു. യേശുവിൻ്റെ കവിളത്തടിച്ചു, മുഷ്ടി ചുരുട്ടി ഇടിച്ചു, അവൻ്റെ മുഖത്ത് തുപ്പി. വീണ്ടും കയ്യാഫായുടെ അടുക്കിലേക്ക് യേശുവിനെ കൊണ്ടുപോവുകയാണ്. യാതൊരു പാപവും ചെയ്യാത്ത, യാതൊരു തെറ്റും ചെയ്യാത്ത ആ യേശു ക്രിസ്തു ഇതാ യഹൂദന്മാരുടെ കരങ്ങളിൽ അമർന്നുകൊണ്ട് വളരെയധികം വേദനയോടെ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. നേരം പുലരാറായി അവർ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് യേശുവിനെ കൊണ്ടുപോവുകയാണ്. പീലാത്തോസിൻ്റെ അരമനയിൽ അവനെ വിസ്തരിച്ചു. അവൻ ഗലീലക്കാരനാണെന്ന് അറിഞ്ഞ് യേശുവിനെ വീണ്ടും ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഹെരോദാവ് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന യേശുവിനെ ഒന്ന് കാണണം. യേശുവിനെ കണ്ടു. എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവൻ വിചാരിച്ചു. ഒരു ബലഹീനനെ പോലെ, കുറ്റക്കാരനെ പോലെ കൈകൾ കെട്ടപ്പെട്ടവനായി യേശുവിൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. മരിയ വൾത്തോർത്ത് എഴുതിയ പുസ്തകത്തിൽ യേശുവിന് അവിടെ വെച്ച് ഏറ്റ നിന്ദകൾ വിവരിച്ചാൽ വലിയ ഭാരമായിരിക്കും. അനേക പേജുകൾ എഴുതി വിസ്താരത്തോടുകൂടെ ആ സഹോദരി കണ്ടതായ കാഴ്ചകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ ഹെരോദാസ് പരിഹസിച്ച്, അവൻ്റെ കൂടെയുള്ളവരും പരിഹസിച്ച് വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കലേക്ക് അയച്ചു. പീലാത്തോസിൻ്റെ സ്ഥാനചലനം ഭയന്ന്, യഹൂദന്മാരെ ഭയന്ന് യേശുവിനെ മനസ്സോടുകൂടി കൈകൾ കഴുകി. 5 കോടതികൾ നമ്മുടെ കർത്താവിനെ വിസ്തരിച്ചു. ഇവരാരും ഒരു കുറ്റവും കണ്ടില്ല. യേശുവിനെ ക്രൂശിക്കുവാനായി ഏൽപ്പിക്കുകയാണ്. യേശുവിനെ ചാട്ടവാർ കൊണ്ടടിക്കുവാൻ ഏൽപ്പിച്ചു. ചാട്ടവാർ തുമ്പറ്റം ലോക കഷ്ണങ്ങൾ ചുണ്ടുപോലെ വളഞ്ഞ് മൂർച്ചയുള്ളതും പുരുഷന്മാർ ആഞ്ഞ് അടിക്കുമ്പോൾ പുറം ഒഴിവ് ചാലികൾ പോലെ കീറപ്പെട്ട് അവൻ്റെ അസ്ഥികളെല്ലാം കാണുന്നത് പോലെ അടിച്ചു തകർത്തു. യേശുവിനെ ഒന്ന് കുറയെ 40 അടി, അങ്ങനെ 7 വട്ടം നമ്മുടെ കർത്താവിൻ്റെ പുറമൊഴിവ് ചാലുകൾ പോലെ കയറി. യേശുവിൻ്റെ രക്തം വാർന്നൊഴുകുകയാണ്. പീലാത്തോസിൻ്റെ അരമനയുടെ മുറ്റം യേശുവിൻ്റെ രക്തം കൊണ്ട് തളം കെട്ടി നിൽക്കുകയാണ്. ദൈവവൈതലേ, നാം ഏൽക്കേണ്ട ശിക്ഷയാണ് അവനേറ്റത്. ഭാരമേറുന്ന ക്രൂശും വഹിച്ചുകൊണ്ട്
ആ ഗോകുൽത്താ മലയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് യേശുക്രിസ്തു പലപ്പോഴും വീണുപോയി. ഇതാ വഴിമധ്യേ വെച്ച് യേശു ഈ ക്രൂശൻ ചുമന്നുകൊണ്ട് അവിടെ എത്തുമോ എന്ന് സംശയിച്ച് ഒരു മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് കുരിശിൻ്റെ ചുമതല, ഒരു ഭാഗം ഏൽക്കുവാൻ, വഹിക്കുവാൻ. ഗോകുൽത്തായുടെ നെറുകയിലെത്തി. അതിനു മുമ്പായി ഒടുവിൽ വീണ് കർത്താവ് എഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. മറിയ അവൾത്തോർത്ത ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്: അത്ഭുതമന്ത്രി, വീരനാം ദൈവം. ഇതുവരെയും അങ്ങനെയുള്ള ഒരു നിൽപ്പ് ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയ ആത്മീയ അനുഭവത്തോടുകൂടെ, സ്വർഗീയമായ അനുഭവത്തോടുകൂടി നോക്കി, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെക്കുറിച്ച് കരയണ്ട, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കളെക്കുറിച്ചും കരയുവേ. യേശുവിനെ ക്രൂശിന്മേൽ കിടത്തി. ഒരു കൊച്ചുപാലനെ പോലെ കൈകാലുകൾ വിരിച്ചു കൊടുത്തു. നിഷ്കരുണം ആണികൾ അടിച്ചു കയറ്റി. ഓരോ ആണികൾ എടുക്കുമ്പോഴേക്കും അമ്മയുടെ നേരെ അത് എടുത്തു കാണിക്കും. എൻ്റെ മകൻ്റെ ശരീരത്തിൽ തറയ്ക്കുവാനുള്ള കാര്യപാണികൾ. ധ്യാനിക്കുന്ന ആത്മാവേ, നമ്മുടെ കർത്താവിനെ ഇതാ ബേത്ലഹേം മുതൽ പിൻപറ്റുന്ന ഒരേ ഒരു വ്യക്തി, അത് മാതാവാണ്. യേശുവിൻ്റെ ആണികൾ അടിക്കപ്പെട്ട ആ ശരീരം ജീവനോടുകൂടെ എടുത്ത് കുഴിയിലേക്ക് ഇടുകയാണ്. അവൻ്റെ ശരീരത്തിലുള്ള മുറിവുകളെല്ലാം വികസിച്ചു. വേദന കൊണ്ട് പൊളയുന്ന കർത്താവ് വിദ്വേഷമില്ലാതെ, പരിഭവമില്ലാതെ വേദന ഏറ്റുകൊണ്ട് കിടക്കുകയാണ്. പാപിയെ സ്നേഹിക്കുവാൻ അഭ്യർത്ഥിച്ച കർത്താവ് തൻ്റെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് അവിടെ കാണിച്ചു കൊടുത്തത്? പാപികളായ മനുഷ്യർക്ക് വേണ്ടി യാചിക്കുന്ന അനുഭവം. കള്ളൻ തിരിച്ചു വന്നു, അവന് പറുദീസയുടെ അനുഭവം കൊടുക്കുകയാണ്. അതിനു മുമ്പായി ശത്രുക്കളെ സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. ക്രൂശിൽ കിടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ, രോഗിയാണു ഞാൻ, കൃപ ചൊരിയണേ എന്നിൽ, കൃപ ചൊരിയണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ് 7 വചനങ്ങൾ ഉച്ചരിച്ചു. സമയക്കുറവ് കൊണ്ട് ഞാൻ ഭാഗത്തേക്ക് കടക്കുന്നില്ല. യേശു എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. ഒരു വശത്തേക്ക് തലചായ്ച്ച് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് 2 കള്ളന്മാരുടെ മധ്യേ, ആകാശത്തിന് ഭൂമിക്കും മധ്യേ, ഭൂലോകത്തിൻ്റെ മധ്യേ തൂക്കപ്പെട്ട് കിടക്കുകയാണ്. കണ്ടാലോ കാൽവരിയിൽ കുരിശിൽ ശിരസു ചാഞ്ഞു പരൻ, കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തിയല്ല. യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ അമ്മ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്.
അവൻ്റെ തലമേൽ മുൾക്കിരീടം വെച്ചിട്ടുണ്ട്. അയ്യോ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലകൊണ്ട് തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് കൂട്ടിയ പാപത്തിൻ്റെ പരിഹാരമായി നമുക്ക് പകരക്കാരനായി യേശു ക്രിസ്തു തലമേൽ മുൾക്കിരീടമേറ്റു. അവൻ്റെ മുഖത്തേക്ക് നോക്കാം. ആ കണ്ണുകൾ രണ്ടും ഇടിച്ച് കലങ്ങി ചോര പോലെ കലങ്ങിക്കിടക്കുകയാണ്. അവൻ്റെ മുഖം കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാറ് ഇടിച്ച് അവിടെ ഇവിടെയായി മുഴകൾ ഉന്തി കാർപ്പിച്ച് തുപ്പിയ തുപ്പലവും ആയി യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ കിടക്കുകയാണ്. ധ്യാനിക്കുന്ന ആത്മാവേ, നിന്റെ ചുണ്ടുകൾ കൊണ്ട്, നിന്റെ മുഖം കൊണ്ട് നീ ചെയ്ത പാപം പരിഹാരമായി യേശു ക്രിസ്തു അവൻ്റെ മുഖം വിരൂപമാക്കപ്പെട്ടു. നമ്മുടെ മുഖം സൗന്ദര്യമുള്ളതാക്കി തീർക്കുവാൻ അവൻ്റെ രണ്ട് കൈകളിലേക്ക് നോക്കാം. കരിയും ബാണികൾ അടിച്ചു കയറ്റിയ ആ വലിയ അനുഗ്രഹത്തിൻ്റെ കരം, പാപിയെയും കുഷ്ഠരോഗിയെയും തലോടിയ കരം, അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്ത കരം, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി അവൻ്റെ കൈകളിൽ അണിയടിക്കപ്പെട്ടു. അവൻ്റെ പുറത്തേക്ക് നോക്കാം. ഒഴുക ചാലുകൾ പോലെ കീറി മുറിച്ച യേശുവിൻ്റെ ശരീരം നമ്മുടെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടു. പാപിയാകുന്നതിനെ രക്ഷിപ്പാൻ, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം ലഭിക്കുവാൻ യേശുവിൻ്റെ പുറം തകർക്കപ്പെട്ടു. അവൻ്റെ കാലുകളിലേക്ക് നോക്കാം. ഏദന്റെ തോട്ടത്തിൽ സാത്താൻ വേദമോതി ദൈവമാകുവാൻ ആഗ്രഹിച്ച് വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് നടന്ന് അടുത്ത ഹവ്വയുടെയും ആദാമിൻ്റെയും കാലുകളിൽ തുടർച്ചയായി മാനവരാശി രാത്രിയും പകലും പാപത്തിന് വേണ്ടി ഓടി നടന്ന കാലുകളിൽ ശിക്ഷയേൽക്കാതിരിക്കുവാൻ യേശു പകരക്കാരനായി അവൻ്റെ കാലുകളിൽ അണിയടിക്കപ്പെട്ടു. അവൻ്റെ വിലാപ്പുറത്തേക്ക് നോക്കാം. കുന്തം കൊണ്ട് കുത്തി വിലാപ്പുറം ഒരു ചെറിയ മട പോലെ തുറന്നിരിക്കുകയാണ്. അവൻ്റെ തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും പാപപരിഹാരയാഗമായി തീർന്ന യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. ഗോകുൽത്തായിൽ ചിന്തിയ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. യേശുവേ ഞങ്ങളെ കഴുകണമേ. പൂർണ്ണമായി ഞങ്ങളെ കഴുകണമേ. യേശുവേ ഞങ്ങളെ കഴുകണമേ. പൂർണ്ണമായി ഞങ്ങളെ കഴുകണമേ. എൻ്റെ ആത്മാവും ശരീരവും എൻ്റെ മാനസം കഴുകണമേ. എൻ്റെ ആത്മാവും ശരീരവും എൻ്റെ മാനസം കഴുകണമേ. ഗോകുൽത്തായിൽ ചിന്തിയ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. യേശുവേ ഞങ്ങളെ കഴുകണമേ. പൂർണ്ണമായി ഞങ്ങളെ കഴുകണമേ. ക്രൂശിൻ്റെ ചൂട്ടിൽ എൻ്റെ മകനെ റാബൂനി എന്ന് പറഞ്ഞുകൊണ്ട് മടപ്രാവ് കുറുകുന്നത് പോലെ യേശുവിൻ്റെ തൃപ്പാദം മാറി മാറി ചുംബിക്കുന്ന അമ്മയെ നമുക്ക് കാണാം. അദൃശ്യ കണ്ണുകൾ കൊണ്ട്
അമ്മ നമ്മെ ഏവരെയും മാടി വിളിക്കുന്ന കാഴ്ച. വലതുകരം നീട്ടി നമ്മെ ഏവരെയും മാടി വിളിക്കുകയാണ്. യേശുവിനെ സ്നേഹിക്കുന്ന, സ്വർഗരാജ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിൻ്റെ ക്രൂശിൻ്റെ അടുക്കിലേക്ക് അല്ല, യേശുവിൻ്റെ അമ്മയുടെ വലതുകരം നമ്മുടെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് ആ യേശുവിൻ്റെ തൃപ്പാദം ചുംബിക്കുകയാണ്. നമുക്ക് മാറി മാറി ചുംബിക്കാം. ആ ചുണ്ടുകൾ, യേശുവിൻ്റെ തിരുരക്തം സ്പർശിച്ച ചുണ്ടുകൾ പവിത്രമാണ്. ആ ചുണ്ടുകൾ കൊണ്ട് മദ്യം രുചിച്ചു നോക്കരുത്, പുകവലിക്കരുത്, ലഹരി സാധനങ്ങൾ ഉപയോഗിക്കരുത്. നിൻ്റെ ചുണ്ടുകൾ കൊണ്ട് അനാവശ്യമായി സംസാരിക്കരുത്. ആ ചുണ്ടുകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. നിൻ്റെ മുഖം ദൈവികമായ മുഖമായി പ്രകാശിക്കട്ടെ. നരികൾ കരളൊരുകി കരഞ്ഞൊരു മാതാവേ, കരയും നോർക്കായി പ്രാർത്ഥിക്ക. കരഞ്ഞൊരു മാതാവേ, കരയും നോർക്കായി പ്രാർത്ഥിക്ക. യേശുവിൻ്റെ തൃപ്പാദം ചുംബിച്ച ചുണ്ടുകളും മുഖവും അധരങ്ങളും വിശദീകരിക്കപ്പെടുകയാണ്. നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ യേശുവേ, ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ അനേക ബലഹീനതകളും പാപങ്ങളും അങ്ങേ വേദനിപ്പിച്ച തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ നിനക്കായി ജീവിച്ചു കൊള്ളാം, നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം. തീരുമാനമെടുക്കുന്നവർക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇത്രയും സമയം ദൈവസന്നിധിയിലായിരുന്ന നമുക്കൊരുമിച്ച് ചെലവഴിക്കുവാൻ കർത്താവ് ആക്കിയത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്ന അഭിമന്യ തിരുമേനിയോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും വളരെ എളിമയോടെ അർപ്പിക്കുകയാണ്, അറിയിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ. ദൈവത്തിൻ്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തതായ വന്യ ചലച്ചിൽ ജേക്കബ് അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത്